Dear students, good morning one and all. In the last class, we have studied about basic features of Indian Constitution. The first and the second points. First is lengthiest written Constitution, and second is drawn from various sources or different sources. ഇപ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് പഠിച്ചു. അതിനകത്ത് ഒന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ലെങ്തിയസ്റ്റ് ആണ്, നീളം കൂടിയതും അതോടൊപ്പം റിട്ടൺ അല്ലെ എഴുതപ്പെട്ട ഭരണഘടനയുമാണ്. അത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 395 ആർട്ടിക്കിൾസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ് അല്ലെ. ഇത്രയും ആർട്ടിക്കിളുകൾ 395 ആർട്ടിക്കിളും 12 ഷെഡ്യൂളും അടങ്ങുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ തന്നെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. സെക്കൻഡ് പോയിന്റ്, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, നിരവധി സോഴ്സസിൽ നിന്ന്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വിവിധ ഭാഗങ്ങൾ നമ്മളിങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിൽ നിന്ന് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അമേരിക്കയിൽ അത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾ, UK നിന്ന് പാർലമെൻ്ററി സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. ഇനി തേർഡ് പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെയാണ് ബോറോഡ് സോഴ്സസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പല ഭാഗങ്ങളും നമ്മൾ ബോറോ ചെയ്തിരിക്കുകയാണ്, പല രാജ്യങ്ങളും. അത് എവിടെ നിന്നൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഫെഡറൽ സ്കീം. അതോടൊപ്പം ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി ആൻഡ് UPSC, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന്. പിന്നെ UK നിന്ന് എന്തൊക്കെ എടുത്തു? UK നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നെടുത്ത പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോയുടെ അർത്ഥം നിയമവാഴ്ച കേട്ടോ, അതെവിടെ എഴുതി വെച്ചോളുക, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. പിന്നെ ഉള്ളത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിൽ ഒറ്റ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന ഒറ്റ പൗരത്തേ ഉള്ളൂ. പിന്നെ ക്യാബിനറ്റ് സിസ്റ്റം, മന്ത്രിസഭ, ക്യാബിനറ്റിൻ്റെ അർത്ഥം മന്ത്രിസഭ. അപ്പോൾ അതും നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്ന കാര്യം, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഈസ് ഐറിഷ് ഓർ അയർലൻഡ്. അയർലൻഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കടമെടുത്തു? ഒന്നാമത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ. ദെൻ നോമിനേഷൻ ടു ദി മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ ആൻഡ് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ടു ദി പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി, രാജ്യസഭയിലോട്ട് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അയർലൻഡിലെ ഭരണഘടനയിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കാനഡയിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ട്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണേഴ്സ്, ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതി, റെസ്യൂജറി പവേഴ്സ് ഇൻ ദ സെൻറ്റർ, അതായത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ് റെസ്യൂജറി പവേഴ്സ് എന്തൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റെസ്യൂജറി പവർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളാണ് റെസ്യൂജറി സബ്ജക്ട്സ് എന്ന് അറിയപ്പെടുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരിക്കും അത് ഇരിക്കുന്നത്. അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ഫെഡറലിസം, അതായത് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ഫെഡറലാണ്, പക്ഷേ കേന്ദ്രത്തോടൊരു ആഭിമുഖ്യം ഇവിടെ ഉണ്ട് അല്ലേ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ അധികാര വിഭജനം ഉണ്ട് എങ്കിൽ തന്നെയും ഇന്ത്യയിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഒരു മുൻതൂക്കം, ഒരു ചായ്വ്, ഒരു ബയാസ് ഉണ്ടാകും. അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫെഡറലിസം കോപ്പിയടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നെക്സ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തത് കൺകറൻറ്റ് ലിസ്റ്റ്, ഒരിക്കലും മറന്നു പോയിക്കരുത്. പിന്നെ അതുപോലെ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം, അതും ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് ജർമ്മനിയിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ജർമ്മനിയിൽ നിന്ന് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. പിന്നെ റഷ്യയിൽ അല്ലെങ്കിൽ USSR, റഷ്യയിൽ നിന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ആൻഡ് ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദി പ്രിയാമ്പിൾ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പം റഷ്യയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കടമെടുത്തിരിക്കുന്നത്.
പിന്നെ പ്രിയാമ്പിൾ നിന്ന് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന കടം എന്ന വാക്ക് എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നതും റഷ്യയിൽ നിന്നാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അത് റഷ്യയിൽ നിന്ന്. പിന്നെ ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ 3 തത്വങ്ങൾ ഫ്രം ദി ഫ്രഞ്ച്, ദീസ് വേർ ദ സ്ലോഗൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ കടമെടുത്തിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ അമെൻഡ്മെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് കേട്ടോ. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ് അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4ാമത്തെ ഫീച്ചറാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഭരണഘടന ഫെഡറലാണ്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇവിടെ ഉണ്ട്, അധികാര വിഭജനമുണ്ട്. ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, കേന്ദ്രത്തോടൊരു ആഭിമുഖ്യം ഉണ്ട് എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ദ കോമ്പിനേഷൻ ഓഫ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി സിസ്റ്റംസ് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി യൂഷ്വൽ ഫീച്ചേഴ്സ് ഓഫ് എ ഫെഡറേഷൻ with division of powers between 2 sets of government, supremacy of written and rigid constitution, independent and impartial judiciary, etc. At the same time, the constitution contains a large number of unitary features or non-federal features like a strong center, single constitution and citizenship, integrated judiciary, appointment of governor, all India services, emergency powers, etc. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെഡറലിസവും യൂണിറ്ററിയും കൂടെ ചേർന്നുള്ള ഒരു കേന്ദ്രത്തോടൊരു ആഭിമുഖ്യമുള്ള ഒരു ക്വാസി ഫെഡറൽ ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കടം എടുത്തിരിക്കുന്നത്. അധികാര വിഭജനം ഇവിടെ ഉണ്ട്, പക്ഷേ അത് കേന്ദ്രത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു അധികാര വിഭജനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സംസ്ഥാനങ്ങളെക്കാൾ ഉപരി കേന്ദ്രത്തിനായിരിക്കും ഇന്ത്യയിൽ പവർ കൂടുതൽ. അതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫെഡറലിസത്തിന് വേണ്ട അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള അധികാര വിഭജനമാണ് ഫെഡറലിസം. അതിവിടെ ഉണ്ട്. എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കുവാൻ ഒരു സുപ്രീം കോടതി ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇതൊക്കെ ഫെഡറലിസത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ അതേസമയം യൂണിറ്ററി സിസ്റ്റത്തെ സഹായിക്കുന്ന പല ഘടകങ്ങളും ഇന്ത്യയിൽ നിലവിലുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? എ സ്ട്രോങ് സെൻറ്റർ, ഒരു ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്, അത് ഒരു യൂണിറ്ററി ഫീച്ചറാണ്. അതോടൊപ്പം ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, അല്ലെ, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്ത്യയിൽ നിലവിലുണ്ടെങ്കിലും സുപ്രീം കോടതി പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ഹൈക്കോടതികൾക്ക് അനുസരിക്കേണ്ടതായിട്ട് വരും. അതും ഒരു കേന്ദ്രത്തോടൊരു ആഭിമുഖ്യമാണ് കാണിക്കുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ, ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഗവർണറുടെ നിയമന രീതി. ഗവർണർ ഈസ് ദ ഏജൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയുടെ ഏജൻറ്റാണ് ഗവർണർ, അല്ലേ. അപ്പോൾ അതും എന്താണ്, ഒരു യൂണിറ്ററി ഫീച്ചറാണ്. പിന്നെ ഓൾ ഇന്ത്യ സർവീസ്, ഓൾ ഇന്ത്യ സർവീസും ഒരു യൂണിറ്ററി ഫീച്ചറാണ്. ഓൾ ഇന്ത്യ സർവീസുകാരെ റിക്രൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. പക്ഷേ ഈ ഓൾ ഇന്ത്യ സർവീസുകാർ പലപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരുന്നത് കേന്ദ്രത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൂടി വേണ്ടിയായിരിക്കും. അപ്പോൾ അതും ഒരു യൂണിറ്ററി ഫീച്ചറാണ്. അതായത് കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ, ഓൾ ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുന്ന, UPSC റിക്രൂട്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ സർവീസുകാർ വന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, അല്ലേ. ഓൾ ഇന്ത്യ സർവീസ് ഇന്ത്യയിൽ 3 IAS, IPS, IFS. IFS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസായിട്ട്. പിന്നെ എമർജൻസി പവേഴ്സ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ പോലും കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കും. ഇതും ഒരു യൂണിറ്ററി ഫീച്ചറാണ്. The term federation has nowhere been used in the constitution. Article 1 on the other hand, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം. ഫെഡറേഷൻ എന്ന വാക്ക്, ഞാൻ 46ാമത്തെ പേജാണ് ഇപ്പോൾ വായിക്കുന്നത്. ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറൽ എന്ന വാക്ക് അല്ലെ ഫെഡറേഷൻ എന്ന വാക്ക് പറയുന്നില്ല. ആർട്ടിക്കിൾ 1 ഓൺ ദി അതർ ഹാൻഡ് ഡിസ്ക്രൈബ്ഡ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 1 പറയുന്നു ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് അണ്ടർലൈൻ ചെയ്തോണം. Dr. B.R. Ambedkar, the father of the Constitution, explained that though India was to be a federation, but our federation was not the result of agreement by the states to join in a federation. No states has the right to secede from it.
അപ്പോൾ അംബേദ്കർ പറയുന്നു ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്, പക്ഷേ നോ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു സെസീഡ് ഫ്രം ദി ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ യൂണിയൻ വിട്ടു പോകുവാൻ ഒരു സംസ്ഥാനത്തിനും അധികാരം കൊടുത്തിട്ടില്ല. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് എ യൂണിയൻ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡസ്ട്രക്റ്റബിൾ, അല്ലേ? ഇന്ത്യൻ ഫെഡറേഷനെയും ഇന്ത്യൻ യൂണിയനെയും ഇത് ഇൻഡസ്ട്രക്റ്റബിൾ ആണ്, ഇതിനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇതിൻ്റെ കെട്ടുറപ്പിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലെ? ഒരു ദിവസം കേരളം പറയുകയാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ വിട്ടുപോകുന്നു, അല്ലെ? തമിഴ്നാട് പറയുന്നു, ജമ്മു കാശ്മീർ പറയുന്നു, നാഗാലാൻഡ് പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ വിട്ടുപോവുകയാണ്. അങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല. The union and the people may be divided into different states for the administrative convenience of the vast country. നമ്മുടെ ഈ വിശാലമായ രാഷ്ട്രം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിന് വേണ്ടി ഇത് വിശാലമായി പല പല ഇതായിട്ട് കഷണങ്ങളായിട്ട് വിഭജിച്ച് വെച്ചിരിക്കണം. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലംസ് ഓഫ് എ മൾട്ടി സോഷ്യൽ, മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി കമ്മ്യൂണൽ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരുപാട് സാമൂഹിക അവസ്ഥകളുള്ള കുറേ ഭാഷകൾ, മൾട്ടി ലിംഗ്വൽ, അല്ലെ? കുറേ ഭാഷകളുള്ള മൾട്ടി കമ്മ്യൂണൽ, കുറേ സമുദായങ്ങളുള്ള ഒരു രാഷ്ട്രത്തിന് ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. ദ റിയാലിറ്റി ഈസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഫെഡറൽ ഇൻ ഫോം ഓൺലി വേറാസ് ഇറ്റ് ഈസ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. പക്ഷേ യാഥാർത്ഥ്യത്തിലോട്ട് കടക്കുമ്പോൾ, അല്ലെ, ഇന്ത്യൻ ഭരണഘടന ഫെഡറലാണ്, അത് വെറും പേപ്പറായി മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, അല്ലെ? അതിൻ്റെ ആ സത്വത്തിൽ അത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു, അല്ലെ, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പം, അല്ലെ, എന്താണ്, പൂർണ്ണമായും ഇത് യൂണിറ്ററി ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. യൂണിറ്ററി ആണ് കുറേയൊക്കെ, അല്ലേ? പിന്നെ ഇതിനെ ക്വാസി ഫെഡറൽ എന്ന് നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. കെ സി വെയർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഷോസ് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി. പിന്നെ മോറിസ് ജോൺസ് അദ്ദേഹം ഇതിനെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിളിച്ചു. ഐവർ ജെന്നിങ്സ് ഇതിനെ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി എന്നും വിളിച്ചിട്ടുണ്ട്. ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി എന്ന് ഐവർ ജെന്നിങ്സ് വിളിക്കുമ്പോൾ ക്വാസി ഫെഡറൽ എന്നാണ് കെ സി വെയർ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 4 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തത് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, മൂന്നാമത്തത് ബോറോവ്ഡ് സോഴ്സസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, എവിടെ നിന്നൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തു എന്നുള്ളത്, നാലാമത്തത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്, അല്ലേ? അതായത് ഫെഡറലാണ് നമ്മുടെ രാഷ്ട്രം, പക്ഷേ യൂണിറ്ററി ഒരു ആഭിമുഖ്യം, അല്ലെ, കേന്ദ്രത്തോടൊരു ബയാസ് ഇതിന് ഉണ്ട് എന്നുമുള്ള ഒരു റിയാലിറ്റിയും കൂടെ നമ്മളിവിടെ മനസ്സിലാക്കിയാണ്. സോ ഇന്ത്യൻ ഇപ്പം 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനിയും ഒരു 10-12 പോയിന്റ് കൂടെ ഇതിനകത്ത് വരും. സെലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ and it is a very important part of your syllabus, and you have to study the text thoroughly as per the syllabus, as per the syllabus. So you may note down the syllabus in the front page of your notebook. So syllabus is important. So we will continue on the next class. Stay tuned. Thank you.